അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് ദൈവിക പരീക്ഷണങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. അതിൽ ഭൂദുരന്തങ്ങളുണ്ട്, മണ്ണിടിച്ചിലുണ്ട്, പ്രളയമുണ്ട്, അതുപോലെ കോവിഡ് മഹാമാരി, നിപ്പ വൈറസ്, സ്ട്രോക്ക്, ക്യാൻസർ, ട്യൂമർ തുടങ്ങിയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനെ ഒരുപാട് രോഗങ്ങളുടെ, പാൻഡമിക് ഡിസീസുകളുടെ, ഹെൽത്ത് ഡിസാസ്റ്ററുകളുടെ ഒക്കെ പേരുകൾ കുട്ടികളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു നിമിഷം ഞാനിങ്ങനെ ആലോചിച്ചു, സത്യത്തിൽ നമ്മളൊക്കെ പരീക്ഷണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരാറുള്ളതും നമ്മൾ പറയാറുള്ളതും ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ? യഥാർത്ഥത്തിൽ ഇത് മാത്രമാണോ പരീക്ഷണം? അല്ലല്ലോ. വിജയവും പരാജയവും പരീക്ഷണമാണ്, നേട്ടവും നഷ്ടവും പരീക്ഷണമാണ്, സ്വസ്ഥതയും അസ്വസ്ഥതയും പരീക്ഷണമാണ്, സന്തോഷവും സന്താപവും പരീക്ഷണമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ രോഗിയെ ചെന്ന് കാണാണ്. പോകുന്ന സമയത്ത് നമ്മൾ വഴിയിൽ വെച്ച് ഹെൽത്ത് ക്ലബ്ബിൽ നിന്ന് വർക്കൗട്ട് കഴിഞ്ഞ് വരുന്ന ഫിറ്റ്നസ് ബോഡിയുള്ള ചില ആളുകളെ കണ്ടു. അപ്പം നമ്മളെന്താ പറയുക, അവർ നിരന്തരം വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് അവർക്ക് നല്ല ഫിറ്റ്നസ് ബോഡി ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ പറയാം അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ രോഗിയെ ചെന്ന് കാണുമ്പോൾ നിസ്സംഗതയോടുകൂടെ നമ്മൾ നോക്കിയിട്ട് പറയും, ദൈവിക പരീക്ഷണം, പഠിച്ചവൻ്റെ വിധി, എന്ത് ചെയ്യാനാ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയും. അപ്പോൾ രോഗം ദൈവത്തിൻ്റെ പരീക്ഷണം, ആരോഗ്യം നമ്മുടെ മാത്രം നേട്ടം. അങ്ങനെയാണോ? അല്ലല്ലോ. രോഗവും ആരോഗ്യവും ദൈവിക പരീക്ഷണമല്ലേ? മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. നമ്മളൊരു സുഹൃത്ത്, നന്നായി കച്ചവടം ചെയ്യുന്ന ബിസിനസ് മൈൻഡുള്ള ഒരു സുഹൃത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രാഞ്ചൈസികളെക്കുറിച്ച്, ബ്രാഞ്ചുകളെക്കുറിച്ച്, ഔട്ട്ലെറ്റുകളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നമ്മോട് പറയാണ്, ഞാൻ സ്റ്റാർട്ടപ്പിൽ നിന്നും സ്കെയിലപ്പിലേക്ക് നന്നായി ഗ്രോത്ത് ആവാണ്ടായ കാരണം കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തതുകൊണ്ടാണ്, ഹാർഡ് വർക്ക് എടുത്തുകൊണ്ടാണ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം നിരാശയിലാണ്, അല്ലെങ്കിൽ ഡിപ്രഷനിലാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എന്ത് പറ്റി, എന്താണ് നിങ്ങൾക്കിങ്ങനെ സംഭവിക്കാണ്ടായ കാരണം? അപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ ബിസിനസ് ഫ്ലോപ്പായി, അട്ടർ പോഫായി, അതൊക്കെ ദൈവിക പരീക്ഷണമാണ്, അള്ളാൻ്റെ വിധിയാണ്, അല്ലാതെ എന്ത് പറയാനാ അല്ലേ? ഇതാണ് നമ്മളൊക്കെ പലപ്പോഴും കേൾക്കാറുള്ള അല്ലെങ്കിൽ പറയാറുള്ള ഒരു വർത്തമാനം. എന്ന് വെച്ചാൽ നേട്ടം നമ്മുടേതും നഷ്ടം ദൈവത്തിൻ്റേതും എന്ന തരത്തിലാണ് നമ്മൾ പരീക്ഷണങ്ങളെ കാണാറുള്ളത്. പക്ഷെ അങ്ങനെയല്ലല്ലോ. നഷ്ടവും നേട്ടവും ദൈവിക പരീക്ഷണമാണ് അല്ലേ? വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിൽ 2-ാമത്തെ ആയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. എന്താണെന്നറിയോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത, ജീവനും മരണവും പടച്ചവനാണവൻ. എന്തിനു വേണ്ടി? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്മകൾ, സുഹൃതങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഈ ഐഹികവാസം, അത് പരീക്ഷണങ്ങളുടെ കലവറയാണ്, ഒരു ലബോറട്ടറിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ശ്വാസനിശ്വാസത്തിനിടയിൽ, ജനന മരണത്തിനിടയിൽ, അടക്ക അനക്കങ്ങൾക്കിടയിൽ നാം നേരിടുന്ന, കണ്ടുമുട്ടുന്ന എല്ലാ കാര്യങ്ങളും പരീക്ഷണങ്ങളാണ്. എന്ന് വെച്ചാൽ നേട്ടവും നഷ്ടവും, ക്രമവും അക്രമവും, നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും, നന്മയും തിന്മയും, നേരും നിറയും, ഇങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലൊക്കെ ദൈവികമായ പരീക്ഷണങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകുന്നത്.